അള്ളാന്റെ മുമ്പിൽ മറയില്ലാതെ അള്ളാഹു സ്വീകരിക്കപ്പെടും നമ്മുടെ ഉമ്മായുടെ ദുആ. അതുകൊണ്ട് എവിടെ പോയാലും, നമ്മൾ യാത്ര തിരിച്ചാൽ, നമ്മൾ കച്ചവടം തുടങ്ങിയാൽ, നമ്മുടെ സ്ഥാപനം തുറക്കാൻ പോകുമ്പോൾ, നമ്മൾ പ്രവാസ ലോകത്തേക്ക് പോകുമ്പോൾ, നമ്മളൊരു വീട് വെക്കുമ്പോൾ, എന്ത് ചെയ്താലും ആദ്യം നമ്മുടെ ഉമ്മായുടെ കൈപിടിക്കണം. ഉമ്മ, നിങ്ങളുടെ മകൻ ഇന്നൊരു കച്ചവടം തുടങ്ങാൻ പോവാൻ, നിങ്ങളുടെ മകൻ ഒരു ബിസിനസ് തുടങ്ങാൻ പോവാൻ, നിങ്ങളുടെ മകൻ ഒരു വീട് വെക്കാൻ പോവാൻ. എൻ്റെ ഉമ്മ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് എൻ്റെ കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യണേ എന്ന് ഉമ്മയോട് നമ്മൾ പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കും. മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, മൂസാ നബിയെ, ഇനി നടക്കുമ്പോൾ സൂക്ഷിച്ചു വേണം നടക്കാൻ. അങ്ങേക്ക് ദുആ ചെയ്തിരുന്ന 2 കരങ്ങൾ, അങ്ങയുടെ കാര്യത്തിൽ എൻ്റെ മുമ്പിലേക്ക് ഉയർന്നിരുന്ന 2 കരങ്ങൾ ഇന്ന് ദുനിയാവിലില്ല. അതങ്ങയുടെ ഉമ്മയുടെ കരങ്ങളാണ്. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ്സ് കൊടുക്കട്ടെ. നമ്മൾ ആർക്കെല്ലാം മുത്തം കൊടുത്തിട്ടുണ്ടോ? ഉമ്മമാർക്ക് ഇതുവരെ മുത്തം കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ ഉമ്മമാർക്ക് നിങ്ങൾ ഇതുവരെ ഒരു മുത്തം കൊടുത്തിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നു, നരകത്തിൽ നിന്ന് നിനക്കൊരു മറയുണ്ട്. ആ മറ ഒരു ആയുധമാണ്. ആ ആയുധം ഏതെന്നറിയോ? മൻ ഖബ്ബല ഐനൈ ഉമ്മിഹി. ആരെങ്കിലും അവൻ്റെ ഉമ്മായുടെ നെറ്റിത്തടത്തിൽ സ്നേഹത്തോടെ ഒരു മുത്തം കൊടുത്താൽ, ഒരു ചുംബനം കൊടുത്താൽ, കാന ലഹു സിത്റം മിനന്നാർ, അത് അവര് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറയാണ്, ആയുധമാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് പോണം, ഉമ്മയുടെ ചാരത്ത് ചെല്ലണം, ഉമ്മയുടെ നെറ്റിത്തടത്തിൽ സ്നേഹത്തോടെ ഒരു മുത്തം കൊടുക്കണം. അപ്പം ചില മക്കൾ മനസ്സുകൊണ്ട് ഈ മജ്‌ലിസിലിരുന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും, അല്ലാഹുവേ, എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു, എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയല്ലോ, എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ രാത്രിയിൽ ഞാനൊരു മുത്തം കൊടുത്തനെയിരുന്നു. മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഉമ്മമാര് മരണപ്പെട്ടവരെന്ന് കൈയുയർത്തി, ഉപ്പമാര് മരണപ്പെട്ടവരെന്ന് കൈയുയർത്തി. ഒരു 3 തഹ്‌ലീൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുമോ? നമുക്കൊരു മുത്തമായിട്ട് നമ്മുടെ ഉമ്മാക്ക് ഉപ്പാക്ക് കൊടുക്കാൻ ഒരു 3 തഹ്‌ലീൽ ഒന്ന് ആത്മാർത്ഥമായിട്ട് ചെല്ലാൻ പറ്റുമോ? ചെല്ലിയിട്ട് നമുക്ക് ദുആയിലേക്ക് കടക്കാം. 11:25 11:30 നിർത്തണമെന്നാണ് പറഞ്ഞത്. 11:25 ദുആയോട് കൂടി നമുക്ക് 11:30 പിരിയണം. അല്ലാഹു കബൂലാക്കട്ടെ. ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കോ, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ പരിശുദ്ധമായ തഹ്ലീലുകൾ, ഈ തഹ്ലീലിന്റെ എല്ലാം മിസ്ല് സവാബ് ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഖബറിന്റെ ഉള്ളിൽ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവർക്ക് നിന്റെ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. അവർക്ക് നിന്റെ മർഹമത്ത് കൊടുക്കണേ അല്ലാ. അവരുടെ ഖബറിടങ്ങൾ നീ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കണേ അല്ലാ. സ്വർഗീയ ആരാമമാക്കണേ അല്ലാ. സ്വർഗത്തിന്റെ കവാടങ്ങൾ അവരുടെ ഖബറുകളിലേക്ക് നീ മലർക്കപ്പുറം നിരണേ അല്ലാ. സ്വർഗീയ പരിമളം അടിച്ചു വീശുന്ന ഖബറുകളാക്കണേ അല്ലാ. സ്വർഗത്തിന്റെ പട്ടുടയാടകൾ നീ അവരെ ധരിപ്പിക്കണേ അല്ലാ. സ്വർഗത്തിന്റെ അന്നപാനീയങ്ങൾ നീ അവർക്ക് നൽകണേ അല്ലാ.
അല്ലാഹുവേ അവര് ദുനിയാവിൽ ജീവിച്ചിരുന്നപ്പോ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടതകളും യാതനകളും വേദനകളും സഹിച്ചവരാണ് പടച്ചവനെ. അതിനു പകരമായി ഒന്നും കൊടുക്കാൻ കഴിയുന്നില്ല അല്ലാ. മഞ്ഞനാടി പള്ളിയുടെ പരിസരത്തിരുന്നിട്ട് ഇന്നത്തെ രാത്രിയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ഖബറിന്റെ ഉള്ളിൽ ഞങ്ങൾ ചുടുചുംബനം പോലെ തഹ്ലീല് ചൊല്ലിയിട്ട് ഹദിയ ചെയ്യുന്ന റബ്ബേ, ഇത് ഞങ്ങളുടെ ചുംബനമായി ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഖബറിന്റെ ഉള്ളിൽ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ആ മാതാപിതാക്കൾ ഖബറിന്റെ ഉള്ളിൽ കിടന്ന് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ തരണേ റബ്ബേ. അല്ലാഹു കബൂലാക്കട്ടെ.